നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം ശക്തമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദം വന്നതോടെ ഇന്ത്യൻ വിപണിയും കാര്യമായി തന്നെ ഇടിഞ്ഞു. സെൻസെക്സ് 297 പോയിന്റ്സും നിഫ്റ്റി 82 പോയിന്റ്സും മിഡ് ക്യാപ്പ് 0.9% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് കീ ഫോക്കസിലുണ്ടായിരുന്ന ചില സെക്ടറുകളും സ്റ്റോക്കുകളെ കുറിച്ചും പറയാം. ടാറ്റ മോട്ടോഴ്സിന്റെ ദീർഘകാലമായി കാത്തിരുന്ന ഡീമർജർ പദ്ധതി പ്രാബല്യത്തിൽ ഇന്നാണ് വന്നത്. ഇത് അവരുടെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ് ഒരു ഷെയറിന് ഏകദേശം 400 രൂപ എന്ന നിലയിലാണ് ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റിംഗ് ഇവന്റ് നിക്ഷേപകരുടെ ശക്തമായിട്ടുള്ള ശ്രദ്ധ ആകർഷിച്ചെങ്കിലും മൊത്തത്തിലുള്ള ഓട്ടോ സെക്ടറിന്റെ വികാരം സമ്മിശ്രമായിരുന്നു. മറ്റ് സെക്ടറുകൾ നോക്കാം. IT സെക്ടർ. IT ഓഹരികൾ സമ്മിശ്രമായാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപ്രോയാണ് ഓഹരികളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. TCS വീണ്ടും ദുർബലമായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഇന്നത്തെ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, ബെൽ, ബജാജ് ഫിനാൻസ്, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ 2% വരെ ഇടിഞ്ഞു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വന്നാൽ വോഡാഫോൺ ഐഡിയ തിങ്കളാഴ്ച തൊട്ടുള്ള ഇടിവ് വീണ്ടും തുടരുന്നു. ഇന്ന് ഏകദേശം 4% ഇടിഞ്ഞത്. ടെലികോം കമ്പനികളിലെ ദുർബലത തന്നെയാണ് വോഡാഫോൺ ഐഡിയ ഇടിയാൻ കാരണമായത്. ഇൻഡസ് മോട്ടോഴ്സും സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു. ഇന്ന് ഡിക്സൺ ടെക്നോളജീസ് ഏകദേശം 3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വരും പാദത്തിൽ കമ്പനിയുടെ മാർഗനിർദ്ദേശം പ്രതീക്ഷകൾക്ക് അനുസൃതമാകില്ല എന്നതുകൊണ്ടാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. മറ്റൊരു നല്ല നേട്ടമുണ്ടാക്കിയ സ്റ്റോക്ക് MCX ആയിരുന്നു. ഡാറ്റ വോളിയവും വളർച്ചാ പ്രതീക്ഷകളും കാരണമാണ് MCX 5% നേട്ടമുണ്ടാക്കിയത്. ഇതുകൂടാതെ മിഡ് ക്യാപ്പിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച ഒരു സ്റ്റോക്ക് കൂടിയായി MCX. ബ്രേക്ക്ഔട്ട് തന്ന ചില സ്റ്റോക്കുകളിൽ MCXും ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കുകൾ നമ്മളിവിടെ ഈ സെഗ്മെന്റിന് ശേഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇതുകൂടാതെ LG ഇലക്ട്രോണിക്സ് ശക്തമായി തന്നെ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചു. ഇഷ്യൂ വിലയേക്കാൾ 50% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 3 മാസത്തേക്ക് 1299 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു 55% ഡിസ്കൗണ്ട് കൂടി ഇപ്പോൾ നമ്മൾ നൽകുന്നുണ്ട്. ഒരു നല്ല അവസരം തന്നെയാണ്, എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ ഇതേ വാട്സാപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് സ്റ്റോക്കുകളാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളുടെ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു അനാലിസിസ് മാത്രമാണിത്. ആദ്യമായി നമുക്ക് ബ്രേക്ക്ഔട്ട് വന്ന ഒരു സ്റ്റോക്ക് KFin ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1111 എന്ന നിലയിലാണ്. സ്റ്റോക്ക് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. കൂടാതെ ഇപ്പോഴത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് കൂടി ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 1184 സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 1219 സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 1088 മറ്റൊരു സ്റ്റോക്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് മന്ത്ലി പാറ്റേണിൽ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ 298 എന്ന നിലയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 360 സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 273 മറ്റൊരു സ്റ്റോക്ക് ജൂബിലന്റ് ഇൻഗ്രീവിയ എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. വോളിയം കൂടി വരുന്നതും പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 713 ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 735 സെക്കൻഡ് ടാർഗറ്റ് 783 ആവാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 680 അടുത്തതായി MCX എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. നല്ല വോളിയം കൂടിയുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റും മറ്റു കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാർട്ടുകളെക്കുറിച്ചും ചാർട്ട് പാറ്റേണുകളെക്കുറിച്ചും അതിൻ്റെ ടാർഗറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നമ്മൾ പറഞ്ഞ ചാർട്ടുകളെക്കുറിച്ചും ചാർട്ട് പാറ്റേണുകളെക്കുറിച്ചും അതുപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതൊരിക്കലും ഒരു ബൈയോ സെല്ലോ ഉള്ള ഒരു റെക്കമെൻഡേഷൻ ഒന്നും തന്നെയല്ല. നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം എന്നത് തന്നെയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.